നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും ഒരു വാർത്ത അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ്? അതേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ട് ഈ വാർത്തയും അവതരിപ്പിക്കേണ്ടി വരുന്നു. കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. കണ്ണൂർ തളിപ്പറമ്പുകാരി 23 വയസ്സുള്ള സ്നേഹ മെർലിൻ എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 12 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ ഈ 23കാരി തുടർച്ചയായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. സ്നേഹ മെർലിൻ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. 12 വയസ്സുള്ള ഈ പെൺകുട്ടിയെ മാത്രമല്ല, 14 വയസ്സുള്ള ആൺകുട്ടിയെ അടക്കം നിരവധി പേരെ അവൾ ഉപദ്രവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം നടന്ന പീഡനത്തിലാണ് ഏറ്റവും ഒടുവിൽ സ്നേഹ മെർലിൻ അറസ്റ്റിലാകുന്നത്. 12കാരിയായ പെൺകുട്ടിയുടെ ബാങ്കിൽ നിന്ന് ലഭിച്ച ഫോൺ പരിശോധിച്ചപ്പോൾ അധ്യാപകർക്ക് ചില സംശയം തോന്നി. തുടർന്ന് രക്ഷിതാക്കളെ വിവരമറിയിച്ചു. രക്ഷിതാക്കൾ ചൈൽഡ് ലൈൻ അധികൃതർക്ക് വിവരം കൈമാറി. തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയെ കൗൺസിലിംഗ് നടത്തുകയും കുട്ടി കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. ഈ 12 വയസ്സുകാരിക്ക് പ്രതി സ്വർണ്ണ ബ്രേസ്ലെറ്റ് അടക്കം വാങ്ങി നൽകിയിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. നേരത്തെയും സമാനമായ കേസിൽ പ്രതിയായിരുന്നു സ്നേഹ മെർലിൻ. 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അവൾ പീഡിപ്പിച്ചതായി ഇപ്പോൾ വിവരമുണ്ട്. ആൺകുട്ടിയെ പീഡിപ്പിക്കുക മാത്രമല്ല, പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. പിന്നീട് ഈ വീഡിയോ കാട്ടി ആൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി തുടർച്ചയായി അവനെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. വീഡിയോ കാട്ടി ഭയപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് ആൺകുട്ടി പിന്നീട് പരാതി നൽകാൻ ഭയപ്പെട്ടതുപോലും. നേരത്തെ തളിപ്പറമ്പിൽ CPI നേതാവ് കോമത്ത് മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയായിരുന്നു. 2024 ഫെബ്രുവരി 3 സംഭവം. സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള മധ്യസ്ഥതയ്ക്കിടെ കോമത്ത് മുരളീധരനെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചുവെന്നാണ് കേസ്. 12കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പെരുമാറ്റത്തിൽ അടുത്ത കാലത്തായി ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് അധ്യാപിക തിരിച്ചറിഞ്ഞു. ഇതിനെ തുടർന്നാണ് അധ്യാപിക ബാഗ് പരിശോധിക്കുന്നതും മൊബൈൽ ഫോൺ എടുത്തു നോക്കുന്നതുമൊക്കെ. മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ചില ദൃശ്യങ്ങൾ കണ്ടതോടെ അധ്യാപികയ്ക്ക് സംശയം. ഇതിനെ തുടർന്നാണ് മാതാപിതാക്കളുമായി വിവരം സംസാരിച്ചത്. പ്രതിയെ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ജീവിതം ഒട്ടും സുരക്ഷയില്ല എന്ന് ഒരിക്കൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങൾ. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അവരെ കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകളിൽ ഇപ്പോൾ യുവതികളുമുണ്ട് എന്ന തിരിച്ചറിവ് നമ്മെ കൂടുതൽ ഞെട്ടലുളവാക്കുന്നു. വൈകൃതങ്ങളുടെ നാടായി കേരളം അധംപതിച്ചുവോ എന്ന തോന്നൽ. എത്രയെത്ര സമാന സംഭവങ്ങളാണ് നമുക്ക് മുന്നിൽ. പത്തനംതിട്ടയിൽ ഒരു 16കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ 55 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇതിനിടയിൽ നിരവധി യുവതികളെ ലഹരിക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളും നമുക്ക് മുന്നിലുണ്ട്. എന്താണ് അധംപതനത്തിന് കാരണം? ലഹരി ഉപയോഗവും മയക്കുമരുന്ന് ഉപയോഗത്തിനുമൊക്കെ ഒരുപാട് കാരണങ്ങൾ നിരത്താനുണ്ടാകും. എന്നാൽ അതിക്രൂരമായി മറ്റുള്ളവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിന് മാർക്കോ പോലുള്ള സിനിമകളെ കുറ്റം പറഞ്ഞവർ ഇത്തരം വൈകൃതങ്ങൾക്ക് കാരണം എന്തു നിരത്തും? സ്കൂളിലെത്തുന്ന പെൺകുട്ടികൾക്ക് ഇനി കൗൺസിലിംഗ് നടത്തുമ്പോൾ പുരുഷന്മാരെ ഭയപ്പെടണമെന്ന് മാത്രമല്ല, ഇത്തരം യുവതികളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം അവരെ വലിയ സ്നേഹത്തോടെ കരുതലോടെ ലാളിക്കാൻ ശ്രമിക്കുന്ന പല യുവതികളുടെയും ഉള്ളിലിരിപ്പ് ഇതൊക്കെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ കൂടുതൽ ഭയക്കേണ്ടതുണ്ട്. കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരിവേട്ടയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മെ നടുക്കി നിൽക്കുന്ന അതേ അവസരത്തിലാണ് ഇപ്പോൾ 23കാരിയായ സ്നേഹ മെർലിൻ്റെ ഈ പീഡന വാർത്ത കേരളത്തിലേക്ക് പടരുന്നത്. 12 വയസ്സുള്ള അല്ലെങ്കിൽ 14 വയസ്സുള്ള ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ ഒക്കെ ഇത്തരത്തിൽ പീഡനത്തിന് വിധേയരാക്കിയാൽ അവരൊന്നും പ്രതികരിക്കില്ല എന്ന ധാരണ തന്നെയാകും ഇത്തരം ക്രൂരതകൾക്ക് പിന്നിൽ. എന്തായാലും അധ്യാപകർ സജീവമായി ഓരോ വിദ്യാർത്ഥികളുടെയും കാര്യത്തിൽ ഇടപെട്ടാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ എന്നീ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നലെ കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞതുപോലെ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മുടെ അധ്യാപകർ. അവർ അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണ ബോധ്യത്തോടെ ചെയ്തു തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോലീസും നീതിന്യായ സംവിധാനവുമൊക്കെ എത്ര ശ്രമിച്ചാലും ഇത്തരം പുഴുക്കുത്തുകൾ നമ്മുടെ സമൂഹങ്ങളിലേറെയുണ്ട് എന്ന് തിരിച്ചറിയുക. ഇനി പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളെയും ഭയക്കണമെന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക മാതാപിതാക്കൾ. അത്രമാത്രം ദൈന്യത നിറഞ്ഞ വാർത്തകളാണ് ഓരോ ദിവസവും കേരളത്തിൽ നിറയുന്നത്. ഇത്തരം വൃത്തികെട്ട വാർത്തകൾ അവതരിപ്പിക്കാതിരുന്നാൽ അതും നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാകും. കാരണം ഇത്തരം വാർത്തകളെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടാകണം, കുട്ടികൾക്കുണ്ടാവണം, മാതാപിതാക്കൾക്കുണ്ടാകണം. എല്ലാ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ അധ്യാപകർ തികഞ്ഞ ജാഗ്രത പുലർത്തണം.
മയക്കുമരുന്നും ലഹരിയുമൊക്കെ ആവാം ഇത്തരം ആഭാസങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം. എങ്കിലും അതൊക്കെ ഇത്രയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ, കേരളത്തിൽ മയക്കുമരുന്ന് ഇഷ്ടം പോലെ സുലഭമായ സാഹചര്യത്തിൽ ഓരോ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട്. പണ്ടൊക്കെ ഒരുപാട് സഹോദരങ്ങളുണ്ടായിരുന്ന ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. അവരെ ചേർത്ത് പിടിക്കാൻ അത്രയേറെ സഹോദരങ്ങളില്ലാതിരിക്കുമ്പോൾ സമൂഹത്തിനതിന് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിയുക. അതുമാത്രമാണ് ഏക പോംവഴി. ഇത്തരം ആഭാസങ്ങളെ, ഇത്തരം പീഡക ലോകത്തെ അകറ്റി നിർത്തുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.